മിസ് അതെ ലേറ്റ് ആവാനുള്ള കാരണേ ക്ലാസ് റൂം മാറിപ്പോയി. അതാണ് ചെറുതായിട്ടൊന്ന് ക്ലാസ് റൂം മാറിപ്പോയി. ഇട്ട് തന്ന ആളുകൾക്ക് അതുകൊണ്ടാണ് സോറി. അത് വേറെ ക്ലാസ്സിലേക്ക് പോയി പെട്ടെന്ന്. ക്ലാസ് റൂം മാറിപ്പോയി. നിങ്ങളുടെ നിങ്ങളുടെ ക്ലാസ് വേറെ ക്ലാസ്സുമായിട്ട് അത് കാണാതായത് കൊണ്ട് എന്താണെന്ന് വിചാരിച്ചു. ഓക്കെ തുടങ്ങാം. സമയം കളയണ്ട, കാരണം ഓൾറെഡി ഒരു 10 മിനിറ്റ് ഞാൻ വേറെ ക്ലാസ് റൂമിന്റെ അത് നിർത്തി. വായിച്ചു നോക്കിയോ കഴിഞ്ഞ ക്ലാസ്സിലെ? വായിച്ചോ? സൗണ്ട് ക്ലിയർ ഇല്ലേ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ വായിച്ചിട്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല മിസ്സേ. കുഴപ്പമില്ല. അതായത് ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അതും തന്നെയല്ല, സാധാരണ വേസ്റ്റ് അല്ല, ഹോസ്പിറ്റലിലെ പേഷ്യൻസിൽ നിന്നും പുറപ്പെടുന്ന തരത്തിലുള്ള വേസ്റ്റുകളാണ് കൂടുതലും. ബ്ലഡും ബോഡി ഫ്യൂൽസും പിന്നെ കെമിക്കൽസ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കണം. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം? അത് മാനേജ് ചെയ്യാത്ത നിവൃത്തിയില്ല. കാരണം ടു അവോയ്ഡ് ഡിസീസസ്, സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് അല്ലെ, നമ്മൾ വളരെയധികം പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു ഏരിയ ആണ് അത്. അതിനെ കുറിച്ചാണ് തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ഓർ സ്പില്ലേജ് വേസ്റ്റ്, അതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പലതരത്തിലുള്ള, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കുറെ ടൈപ്സ് ഉണ്ട്. ഏത് നമ്മുടെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് പല വിഭാഗമാണ്, അല്ലെങ്കിൽ പല തരത്തിലാണ്. അപ്പൊ ഇത് ഓരോന്നും ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞു വന്നത് ബോഡി ആൻഡ് ബ്ലഡ് അല്ലെ, ബോഡി ഫ്ലൂയിഡ്സിലെയും ബ്ലഡും എന്ന് പറയുന്ന സ്പില്ലേജ്, അതിൽ നിന്നുണ്ടാകുന്ന ലീക്കേജുകൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ബ്ലഡ് അറിയാം, ബ്ലഡ് സാധാരണ മനുഷ്യ ശരീരത്തിലും പുറപ്പെടുന്നതാണ്. അതുകൂടാതെ ബോഡി ഫ്ലൂയിഡ്സ് അത് ഏതൊക്കെ ആണ് എന്ന് നമ്മൾ കുറച്ച് പരിചയപ്പെട്ടു, കുറച്ച് ഫ്ലൂയിഡ്, പിന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, bile, digestive juices, vomit and pus. These are the different types of body fluid. These body fluid എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ പോയിന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ പേഴ്സണൽ മീൻസ് തൊഴിൽ ചെയ്യുന്നവർ ആണ്. PERSONAL അത് പേഴ്സൺ മീൻസ് വ്യക്തിപരം. നമ്മൾ പേഴ്സൺ, അതായത് ഒരു പേഴ്സണൽ രീതിയിലാണ് പേഴ്സണൽ. ഇതല്ല PERSONNEL എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അതായത് തൊഴിൽപരമായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ PPE അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം. അതിനകത്ത് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, വിച്ച് ആർ ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സച്ച് ആസ് ഗ്ലൗസ്, ഗൗൺസ്, ദെൻ മാസ്ക്, പിന്നെ എന്താ പറയാ മാസ്ക്, ഫേസ് ഷീൽഡ്, ഇതൊക്കെയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ബിഫോർ അപ്രോച്ചിങ് ദിസ് ലീക്കേജസ് ഓർ ഇഫ് വി ആർ ഗോയിങ് ടു കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ലീക്കേജസ്, ഇത്തരം ലീക്കേജസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഇത്തരം പല കാര്യങ്ങളും ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കണ്ടെയ്ൻ ദ സ്പിൽ. ഇത്തരം സ്പില്ലുകൾ അല്ലെങ്കിൽ ഇത്തരം സ്പില്ലേജുകൾ, ഇഫ് ദർ ഈസ് എനി സ്പില്ലേജ് വൈൽ ഹാൻഡിലിംഗ്, ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില സ്പില്ലേജുകൾ വരാൻ സാധ്യതയുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം ദേ ഹാവ് ടു യൂസ് പേപ്പർ ടവൽസ്, അബ്സോർബന്റ് പാഡ്സ് അല്ലെ, പേപ്പർ ടവലുകളോ അബ്സോർബന്റ് പാഡുകളോ ഒക്കെ ഉപയോഗിച്ച് അത് പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുക, ഇത് കോസ് സ്പ്രെഡിങ്, അതിങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇനി ആഫ്റ്റർ റിമൂവിങ് ഓൾ ദീസ് സ്പില്ലേജസ് വിത്ത് യൂസിങ് ദിസ് അബ്സോർബന്റ് പാഡ്സ്, പേപ്പർ ടവൽസ് എക്സെട്ര,
ഇത്തരം പേപ്പർ പാഡുകളോ അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് വെരി കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഇതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി put in container which is marked as biohazard. Biohazard എന്ന് രേഖപ്പെടുത്തിയ കണ്ടെയ്നറുകളിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. Biohazard means which is injurious to our or harmful to the nature. നേച്ചറിലേക്ക് സ്പ്രെഡ് ചെയ്തത് വളരെ അപകടം നിറഞ്ഞതാണ്, ഉപദ്രവം നിറഞ്ഞതാണ് എന്നുള്ളത് അത്തരം ഒരു നോട്ടിഫിക്കേഷനോട് അത് മാർക്ക് ചെയ്തിട്ട് വേണം ആ ബോക്സിലേക്ക് അത് കണ്ടെയ്നറിലേക്ക് മാറ്റാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡിഫറെന്റ് കണ്ടെയ്നേഴ്സ് ടു കണ്ടെയ്ൻ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് അക്കോർഡിംഗ് ടു ദ അതിന്റെ റിസ്ക് ഇൻവോൾവ്മെന്റ് അനുസരിച്ചാണ് അതിന്റെ കണ്ടെയ്നേഴ്സിന്റെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട്. റെഡ്, ബ്ലൂ, വൈറ്റ്, യെല്ലോ ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് കണ്ടെയ്ൻമെന്റുകളാണ് ഉള്ളത്. അത് റിസ്കിന്റെ ഒരു എന്താ പറയാ മെഷർമെന്റ് കാർഡിൻ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് ഇത്തരം 4 ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടെയ്ൻമെന്റുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചെയ്യാമോ? എനിക്ക് തോന്നുന്നത് ചെക്ക് ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അതെന്താ? ഡിസ്ഇൻഫെക്റ്റഡ് ഏരിയ, ഡിസ്ഇൻഫെക്റ്റഡ് ഏരിയ. അതായത് സ്പ്രെഡിംഗ് ഓർ സ്പില്ലേജ് ഓർ ലീക്കേജ് ഈസ് മെയ്ഡ്. അതായത് സാധാരണഗതിയിൽ ഇത്തരം ലീക്കേജസ് അല്ലെങ്കിൽ സ്പില്ലേജസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാ ആഡക്വേറ്റ് അലേവിയേഷൻ, ദാറ്റ് മീൻസ് ആഡക്വേറ്റ് പ്രൊസീജിയേഴ്സ് ഓഫ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അത് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻസ് ബാക്ടീരിയക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ രീതിയിൽ അത്തരം ബാക്ടീരിയാസ് ദേ ഹാവ് ടു യൂസ് ബൈ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഇൻ കേസ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ ആണ് അവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് അത് ചെയ്യണം. അത് ഡിസ്ഇൻഫെക്ട് ആകണം. അത് ആ ബാക്ടീരിയയുടെ ഒരു തോതനുസരിച്ചിട്ടാണ്. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് ഞാൻ എഴുതി തരാം. അതെന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെറിയ കളർ വേരിയേഷൻ അനുസരിച്ച്. ഈ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഷോസ് ബ്ലൂ ആൻഡ് പർപ്പിൾ കളർ ആഫ്റ്റർ ഗ്രൈനിങ്. അതായത് ഇത്തരം ഈ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോ അത് എന്താ പറയാ ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ അരിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്റ്റെയിനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു കളർ വേരിയേഷൻ ആണ് ബ്ലൂ ഓർ പർപ്പിൾ കളറാണ്. അതിന് തിക്ക് സെൽ വാൾസ് ആയിരിക്കും ഉണ്ടാകുക. ആ ഒരു സ്റ്റെയിനിങ്ങിന് തിക്ക് സെൽ വാൾസ്, അതിന്റെ കോശ ഭിത്തികളൊക്കെ ഭയങ്കര തിക്കായിരിക്കും. അതേസമയം നെഗറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ അത് ഷോസ് പിങ്ക് ഓർ റെഡ് ആണ്. പിങ്ക് അല്ലെങ്കിൽ റെഡ് ആയിട്ടുള്ള സ്റ്റെയിനിങ് ആണ്. ആൻഡ് വിച്ച് വിൽ ഹാവ് തിൻ സെൽ വാൾസ് ആണ്. അതിന് ഭയങ്കര നേരിയ കോശഭിത്തികളായിരിക്കും ഉണ്ടാകാം. അപ്പൊ അത്തരം ബാക്ടീരിയസ് ആണെങ്കിൽ അത് ഈ ഗ്രാം പോസിറ്റീവ് ആയിക്കോട്ടെ ഗ്രാം നെഗറ്റീവ് ആയിക്കോട്ടെ അത്തരം ബാക്ടീരിയസ് അടങ്ങുന്ന ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്താ പറയാ ബ്ലഡ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്ഇൻഫെക്റ്റഡ്. അതിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടത് ഈ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻസിലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല യൂസ് ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻ എന്ന് മാത്രമല്ല ഇത് ഇത്തരം ഒരു സർഫസ് ഒക്കെ എവിടെയാണ് അത് വീണിരിക്കുന്നത് ആ സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ആ ഏരിയ മൊത്തത്തിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കണം. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷന്റെ പേര് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ക്ലോറിൻ റിലീസിംഗ് ഏജൻസ് ആണ്. ക്ലോറിൻ അടങ്ങിയിട്ടുള്ള അത് പുറപ്പെടുവിക്കുന്ന എന്താ പറയാ ഒരു ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആയിരിക്കണം അവർ ഉപയോഗിക്കട്ടെ. സാധാരണഗതിയിൽ എവിടെയാണോ ആ സ്പ്രെഡിങ് ഓഫ് ലീക്കേജസ് ഉണ്ടായത് അത്തരം ഏരിയ സർഫസ് മുഴുവൻ തന്നെ ഷുഡ് ബി ഡിസ്ഇൻഫെക്റ്റഡ്. അത് വളരെയധികം കൃത്യമായിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യണം. അതായത് അവിടെയൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലൊക്കെ ഇപ്പൊ നമ്മളെ വന്നിട്ട് അവിടെ ടച്ച് ചെയ്താൽ അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് വേഗം തന്നെ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസിങ് ക്ലോറിൻ റിലീസിംഗ് ഏജൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാം ഭാഗം മുഴുവൻ. ഇനി അബൈഡ് ബൈ ദ മാനുഫാക്ചറേഴ്സ് ഡയറക്ട് ഈ പറയുന്ന ഡിസ്ഇൻഫെക്റ്റൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. വൈൽ ഹാൻഡ്ലിംഗ് ദിസ് ഇത്തരം സൊല്യൂഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഇനി ആ സൊല്യൂഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടും പലതരത്തിലുള്ള അപകടങ്ങളും നമുക്ക് ഇപ്പൊ സ്കിന്നിനോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത. വൈൽ വി ആർ ടേക്കിംഗ് ദിസ് ഇത്തരം സാധനങ്ങൾ നമ്മുടെ കൈകളൊക്കെ ഉപയോഗിച്ച് എടുക്കുമ്പോൾ അപ്പൊ അതിനകത്ത് കുറച്ച് ഡിസ്ക്ലെയിമർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യണം
ഡയറക്റ്റ് ആയിട്ട് ഹാൻഡ് കൊണ്ട് പിടിക്കാമോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആ പ്രിൻസിപ്പിൾസ് ഒക്കെ, ആ ഡിറക്റ്റീവ്സ്, ആ ഡിറക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് വേണം അത്തരം സൊല്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കാൻ. അപ്പൊ അത്തരം സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. പക്ഷെ വൈ ഹാൻഡ്ലിംഗ് ദാറ്റ് സച്ച് സൊല്യൂഷൻസ്, അത്തരം സൊല്യൂഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡിറക്റ്റീവ്സ് ഓഫ് ദാറ്റ് പ്രോപ്പർ കൺസിഡറേഷൻ, അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. സോ മെനി കെമിക്കൽസ് വിൽ ബി ആഡഡ് ഇൻ ഇറ്റ്, അല്ലെ, ഒത്തിരി കെമിക്കൽസ് ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വി മേ ഗെറ്റ് ഇറിറ്റേഷൻസ് ടു അവർ സ്കിൻ, അല്ലെ, നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ ഉണ്ടാകുമായിരിക്കും. അപ്പൊ അതിന്റെ ഡയറക്റ്റീവ്സ് കൂടി ഫോളോ ചെയ്ത് വേണം യൂസ് ഇറ്റ്, അത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഏരിയ ഡിസ്ഇൻഫെക്ട് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആണ്. ഇനി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഇത്തരം ഏരിയ ഷുഡ് ബി യൂസ്ഡ് ക്ലീൻലി ബൈ യൂസിങ് വാട്ടർ. നമ്മൾ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. ഇഫ് നീഡഡ് യു ക്യാൻ യൂസ് ഡിറ്റർജന്റ്, സോപ്പ് പൊടിയോ ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കഴുകി വൃത്തിയാക്കാം. മാത്രമല്ല എന്നിട്ട് അത് അപ്പൊ തന്നെ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണം, ഡ്രൈ ചെയ്യാൻ. അതായത് വായു സഞ്ചാരമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് അതിനെ ഡ്രൈ ചെയ്യാനും നോക്കാം. ഓക്കെ, അപ്പൊ ലീക്കേജസ് കനോട്ട് ബി അവോയ്ഡഡ്. ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ട നെസസറി സ്റ്റെപ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ് ഇതുപോലെ ലീക്കേജ് വന്നിരിക്കുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓരോ ടൈപ്സ് ഓഫ് ലീക്കേജസിനും സ്പില്ലേജ് വേസ്റ്റിനും ഓരോ രീതിയിലാണ് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനിപ്പോ പറഞ്ഞത് നമ്മൾ ഇത്രയും നേരം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്സ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് when it is spread, അത് ലീക്ഡ്, then how can prevent it or how can we disinfect it, അതിനെയൊക്കെ എങ്ങനെ ഡിസിൻഫെക്ട് ചെയ്യാം, അണുവിമുക്തമാക്കാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, then next one, get rid of waste. ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതൊക്കെ ഈ എന്താ പറയുക, ഇപ്പൊ ഈ ലീക്കേജ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിൽ നിന്ന് അടുത്തിരിക്കുന്ന എന്തെങ്കിലും വസ്തുവിലൊക്കെ തട്ടി മുട്ടി എന്നൊക്കെ വിചാരിക്കാം. സോ അത്തരം ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഷുഡ് ബി ഡിസ്കാർഡഡ്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കണേ? കളയണം എന്ന്. ഇത്തരം ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ എന്തിലൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പിന്നീട് നമ്മൾ അതൊക്കെ കഴുകിയെടുത്ത് ഉപയോഗിക്കാന്നല്ല. അത്തരം വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡിസ്കാർഡ് ചെയ്യണം. ചിലപ്പോൾ ക്ലോത്തിങ് മെറ്റീരിയൽസോ അങ്ങനത്തെ വല്ലതൊക്കെ ആയിരിക്കാം. എന്നിട്ട് മാത്രമല്ല, ആൻഡ് കാരണം ദേ ആർ മോസ്റ്റ് ഡേഞ്ചറസ്, അത് വലിയ ഡേഞ്ചറസ് ആയിരിക്കും. മാത്രമല്ല അത് ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഓൾസോ ബി ലേബൽഡ് സച്ച് ആസ് ബയോഹസാർഡ്. അതിനെയും നമ്മൾ ഏതെങ്കിലും ബാഗിലോ ചില കണ്ടെയ്നേഴ്സിലോ അത് ലോക്ക് ചെയ്ത് അത് സേഫ് ആക്കി അതിനകത്ത് വെച്ചിട്ട് അതിനും ബയോഹസാർഡ് എന്ന് പറയുന്ന ലേബല് കൊടുത്തിരിക്കണം. കാരണം അത് ഇനി ടച്ച് ചെയ്യരുത്. ബയോഹസാർഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് നേച്ചറിലേക്ക് അത് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് മേ കോസ് മെനി ഹാർംഫുൾ ഇഫക്ട്സ്, അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. സോ ബയോഹസാർഡ് എഴുതിയിരുന്നൊന്നും നമ്മൾ തുറന്നു നോക്കാൻ പാടില്ല പെട്ടെന്നൊക്കെ. ഓക്കെ, അപ്പൊ അത് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആഫ്റ്റർ ഓൾ എത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഇതിനകത്ത് ലീക്കേജസ് വരുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ്ലി ബട്ട് നോട്ട് ദ ലീസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. ഈ പറയുന്ന ക്ലീനിങ്ങും ക്ലൻസിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും കൈകളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കഴുകി സൂക്ഷിക്കുക. എപ്പോഴൊക്കെ when we come into contact with this body fluids or blood, ബ്ലഡുകളോ അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലും ഹാൻഡിൽ വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ, പക്ഷെ അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ each and every process you have to clean your hands. വളരെ ഹൈജീൻ ആയിട്ട് നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൈകൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, ചിലപ്പോൾ ചില സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതൊക്കെ ഡാമേജ് ചെയ്തിട്ടുണ്ടാകും ഡിസിൻഫെക്ട് ചെയ്യുന്ന സമയത്ത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്ന ആ സൊല്യൂഷൻസിൽ നമുക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം, ഉപയോഗിക്കാം. ഇനി പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാർപ്പറ്റ്സുകളോ അല്ലെങ്കിൽ ഫർണിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്താ പറയാ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് തന്നെ ഹോട്ട് വാട്ടറിൽ അല്ലെങ്കിൽ ഡിറ്റർജന്റില് അല്ലെങ്കിൽ എന്താ പറയാ ആവിയില്
ഒക്കെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ട് സ്റ്റീം ചെയ്തൊക്കെ നമുക്ക് അതിനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട്, നമുക്ക് അത് ഒട്ടും തന്നെ എന്താ പറയാ ഉപയോഗമല്ലാത്ത രീതിയിലുള്ള സാധനങ്ങളാണ്, കുറച്ച് അത്രയധികം വാല്യൂം ഇല്ലാത്തതും മാത്രമല്ല അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്നതുമാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്കാർഡ്. അത് മാറ്റിക്കളയുന്നത് തന്നെയാണ് നല്ലത്, അത് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റീയൂസബിൾ ആണോ എന്നുള്ളതാണെങ്കിൽ മാത്രം, ബട്ട് ബിഫോർ യൂസിങ് ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് ഇൻ ഹോട്ട് വാട്ടർ യൂസിങ് ഡിറ്റർജന്റ് ആൻഡ് ഓൾസോ യൂസിങ് സ്റ്റീം. ഇതൊക്കെ എന്താ പറയാ നമുക്ക് പുകയൊക്കെ കൊടുത്തിട്ട്, പുക മീൻസ് സ്റ്റീമിൽ ചിലപ്പോൾ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഒന്ന് ഭയങ്കരമായിട്ട് ആവി കൊള്ളിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ദീസ് ആർ ദ സ്റ്റെപ്സ് വൈൽ വി ഹാവ് ടു ഡീൽ വിത്ത് ദ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ് സ്റ്റെയിൻസ് ഓർ സ്പില്ലേജ് വേസ്റ്റ്. ഇതിനോടൊക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട കുറച്ച് നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഓരോന്നും മാനേജ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ ലീക്കേജസ് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബോഡി ഫ്ലൂയിഡ്സിന്റെ ബ്ലഡിന്റെ കാര്യമാണ്. സോ ദ സെക്കൻഡ് സ്പില്ലേജ് വേസ്റ്റ്, രണ്ടാമത്തെ സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. മെർക്കുറിയാണ് ഇതുപോലെ ലീക്കേജ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് പോകുന്നതെങ്കിൽ അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും, അതിന്റെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന്, മനുഷ്യ ശരീരത്തിന് ഭയങ്കര അപകടങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത്. ഹ്യൂമൻ മാത്രമല്ല ഫോർ ദ എൻവയോൺമെന്റ് ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു മാനേജ് ഇറ്റ്. അതിനെ വളരെ ശ്രദ്ധിച്ച് മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അത് എന്താ പറയാ നെഗറ്റീവായിട്ട് ഇഫക്റ്റീവ് അല്ലെ, അതിനെ പ്രതികൂലമായിട്ട് നമുക്ക് ബാധിക്കുന്നത് കൊണ്ട് മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, വെൻ സച്ച് ലീക്കേജസ് ആർ എന്താ പറയാ ഒക്കേർഡ്, അത്തരം ലീക്കേജസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആ ഒരു പർട്ടിക്കുലർ ഏരിയ പെട്ടെന്ന് തന്നെ നമ്മൾ എവിക്റ്റഡ് ആകണം, എന്ന് വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോകണം. ആൻഡ് ഇഫ് ദ ആ സ്പെല്ലേജ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം ദേ ഹാവ് ടു കോൾ ഫോർ ദ എമർജൻസി സർവീസസ്. പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എമർജൻസി സർവീസസ് ആവശ്യപ്പെടുക, അതിന് വേണ്ടിയിട്ട് ആളുകളെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാവുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ അറിയിച്ച് അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ ഓടി ചെന്നിട്ട് അതിനകത്തേക്ക് കിടന്ന് മറിഞ്ഞു വീഴാനായിട്ട് പറ്റില്ല, അത് ചെയ്യരുത്. ആ ഭാഗത്തുനിന്ന് എവിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മാറിപ്പോകണം, അത് ക്ലോസ് ചെയ്ത് വെച്ച് ആരെങ്കിലും വരുന്നത് വരെ. വെൻ വി കോൾ ഫോർ എമർജൻസി സം പീപ്പിൾ വിൽ കം ഫോർ ദ സർവീസ് അല്ലെ, എന്തായാലും അത് ക്ലീൻ ചെയ്യാനുള്ള ആളുകളെ വിളിച്ച് കഴിയുമ്പോൾ അവർ വരും. അതുവരെ നമ്മളൊക്കെ അത് സെക്യൂർ ചെയ്ത് അവിടേക്ക് ആരും കിടക്കാതിരിക്കാനോ നമ്മൾ സ്വയം കടന്നു പോകാതിരിക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക എന്നതാണ്. മെർക്കുറി സ്പില്ലേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഹ്യൂമനിനും എൻവയോൺമെന്റിനും. സോ അത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ആ ഏരിയ വിട്ടു പോക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടേക്ക് അവേ ജ്വല്ലറി. നമ്മുടെ ശരീരത്തില് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ജ്വല്ലറീസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ജ്വല്ലറീസ് ഒക്കെ നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ എന്താ പറയാ ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ അതൊക്കെ തന്നെ മാറ്റിവെക്കാനായിട്ട് നോക്കുക. നമ്മുടെ കഴുത്തിലോ അതിലോ ഒക്കെ ഉണ്ടെങ്കിൽ റിസ്റ്റിലൊക്കെ, ഇപ്പൊ കയ്യിലൊക്കെ ആണെങ്കിൽ കൂടുതൽ, കഴുത്തിലൊക്കെ ആണെങ്കിൽ കുനിഞ്ഞിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ വന്നിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ മെറ്റൽസ് ആണ്. അതൊക്കെ വളരെ വില കൂടിയ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അത് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, ഇതുമായിട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തരം പ്രവർത്തിക്കും. സ്വർണവും മെർക്കുറിയും തമ്മിൽ പെട്ടെന്ന് പ്രവർത്തിക്കാൻ സാധ്യത, നമ്മുടെ ഇതിലൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. സോ ടേക്ക് അവേ ഓൾ ദി ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ്. കൂടുതലും കൈകളിൽ മുതിരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓടി ചെന്ന് കൊടുക്കരുത്. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ PPE അത് മസ്റ്റ് ആണ്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാവർക്കും ഇപ്പൊ ഈ കാലഘട്ടങ്ങളിലൊക്കെ, കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രോഗങ്ങളാണ് ഓരോ വ്യക്തികളും ഓരോ ദിവസമായിട്ട് വരുന്നത്. അപ്പൊ ഇവരെയൊക്കെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് PPE എക്യുപ്മെന്റുകൾ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെ, ദ മോർ വി യൂസ് സച്ച് എക്യുപ്മെന്റ്സ് ബെറ്റർ വിൽ ബി അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് അത്രയും കണ്ട് അതാക്കാൻ നമുക്ക് പറ്റും അല്ലെ. കാരണം നമ്മൾ വളരെ സ്വന്തമായിട്ട് വെറുതെ മാസ്ക് മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം കൈയൊക്കെ പെട്ടെന്ന് എന്താ പറയാ ഇൻഫെക്ഷൻസ് ഒക്കെ പാസ് ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങളാണ്.
അപ്പൊ ഹൈജീനിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണെന്ന്. ഗ്ലൗസ്, ഗോഗിൾസ്, പിന്നെ എന്താ പറയാ റെസ്പിറേറ്റേഴ്സ്, നമുക്ക് ഇങ്ങനെ എന്താ പറയാ ശ്വാസം വലിയെടുത്തൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ മാസ്കുകളൊക്കെ പോലത്തെ ഉണ്ട്. പിന്നെ വലിയ ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ വേണമെങ്കിൽ ഇത്തരം ഏരിയാസിലേക്കൊക്കെ നേരിട്ട് കണ്ണിലേക്കൊക്കെ ഈ മെർക്കുറിയൊക്കെ ആയതുകൊണ്ട് കണ്ണിലേക്കൊക്കെ ഇതിന്റെ ഒരു ഇത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഗൂഗിൾസ് കണ്ണടകൾ വലിയ, അതായത് നമ്മളുടെ പവറല്ല അല്ലാത്ത ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെക്കാം ഇത്തരം സ്പില്ലേജിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ്. ബിക്കോസ് സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് കണക്ഷൻ വിത്ത് മെർക്കുറിയുമായിട്ടുള്ള ഡയറക്റ്റ് ആ ഒരു കണക്ഷൻ കോൺടാക്ട് വരാതിരിക്കാനായിട്ട് നമുക്ക് അത് ഹെൽപ്ഫുൾ ആകുകയും ചെയ്യും. സോ ദാറ്റ് വി ക്യാൻ പ്രിവെന്റ് ഇൻഹലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. മാത്രമല്ല മെർക്കുറി ഇങ്ങനെ ഒരു അതിൽ നിന്നൊരു തരം ഒരു വേപ്പർ പോലെ ഒരു എന്താ പറയാ വേപ്പർ ഒരു ഈർപ്പം പോലെ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പോകും. അത് നമ്മൾ ഇങ്ങനെ കുറിഞ്ഞൊക്കെ നിന്ന് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിലേക്കൊക്കെ കയറി പോകാനായിട്ട് സാധ്യത കൂടുതലാണ് ശ്വാസം വലിക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊക്കെ ധരിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ അടിക്കുന്ന മാസ്കുകളോ അല്ലെങ്കിൽ എന്താ പറയാ കണ്ണടകളോ ഒക്കെ. അപ്പൊ ഇതൊക്കെ അതൊക്കെ ഇതിനകത്ത് പെട്ടതാണ്. നേരത്തെ പറഞ്ഞ ഗ്ലൗസ്, പിന്നെ ഗൗൺസ്, പിന്നെ എന്താ ഫേസ് മാസ്ക്, ഇതൊക്കെ കൂടാതെ ഫേസ് എന്താ പറയാ ഷീൽഡ് ഒക്കെ അതിന് അപ്പുറം അതിനേക്കാൾ പുറമെ ഈ പറയുന്നത് ഗോഗിൾസ്, കണ്ണടകള്, അതുപോലെ തന്നെ റെസ്പിറേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും മെർക്കുറി വേസ്റ്റ് ഡീൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ കണ്ടെയ്ൻ ദ സ്പിൽ ഇഫ് ദ മെർക്കുറി ഈസ് സ്പിൽഡ്. ഇത്തരം മെർക്കുറി എന്ന് പറയുന്ന അപ്പം നമ്മൾ സ്പില്ലായി പോയി കഴിഞ്ഞാൽ വി ഹാവ് ടു യൂസ് സ്പിൽ കിറ്റ്. ഇതൊക്കെ എന്താ പറയാ സ്പിൽ ചെയ്ത് എടുത്തിടാനുള്ള കിറ്റുകളോ അബ്സോർബന്റ് മെറ്റീരിയൽസ്, അതിനെ എന്താ പറയാ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ലൈക്ക് അബ്സോർബന്റ് പാഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതൊക്കെ സ്പ്രെഡ് ചെയ്തത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് വേഗം തന്നെ അതിനെ എന്ത് ചെയ്യാം, ഡിസ്ഇൻഫെക്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇനി ആഫ്റ്റർ അബ്സോർബിങ് ദീസ് തിങ്സ്, ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഇതും എന്താ പറയാ അബ്സോർബ് ചെയ്തെടുത്തു. സോ ദാറ്റ് മെറ്റീരിയൽസ് എന്ത് സാധനങ്ങൾ വെച്ചിട്ടാണോ നമ്മൾ അതൊക്കെ എന്താ പറയാ അബ്സോർബ് ചെയ്തെടുത്ത് ദാറ്റ് മെറ്റീരിയൽ ഷുഡ് ബി put in waste bags or containers for discarding. നമുക്കത് കളയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും അത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോ ചെറിയ ബാഗ്സിലോ ഒക്കെ ആക്കി ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലേബൽ, അതിലും എന്ത് ലേബൽ കൊടുത്തിരിക്കണം, ബയോഹസാർഡ്സ് എന്നുള്ള ലേബല് അതിലും കൊടുത്തിരിക്കണം അല്ലെ. ലേബൽ ചെയ്യാതെ ഇത്തരം മെറ്റീരിയൽസ്, കാരണം ബയോഹസാർഡ് എന്ന് എഴുതിയ ഒരു ലേബലുള്ള ഒരു വസ്തുവിൽ നമ്മൾ ചെന്ന് ഡയറക്റ്റ് തൊടാൻ പാടില്ല. അത് നമ്മൾ ആവശ്യം അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഡെയിലി ലൈഫിലും ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ബയോഹസാർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിൽ എവിടെയെങ്കിലും വല്ല പബ്ലിക് പ്ലേസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഗോ ടു കോൺടാക്ട് വിത്ത് ദം അല്ലെ. അത്തരം സാധനങ്ങളുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റിൽ പോകാനായിട്ട് സാധ്യതകൾ ഉണ്ട്. പക്ഷെ അത് അറിയണം നമ്മൾ. ബയോഹസാർഡ് എന്ന് എഴുതിയത് നേച്ചർ എന്ന് വളരെ ഹാർംഫുൾ ആയിട്ടുള്ളതാണ് ഹെൽത്തിനും ഹ്യൂമൻ ഹെൽത്തിനും ഒക്കെ. അപ്പൊ അത് അങ്ങനെ ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി ലേബൽ ചെയ്ത് വെക്കണം. ഇനി സ്മോൾ സ്പില്ലേജ് ഒക്കെ ആണെങ്കിൽ ചെറിയ തരത്തിലൊക്കെയാണ് ഇതൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ളതെങ്കിൽ വല്ല നീഡിൽസ്, സിറിഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഡെസ്പാച്ച് ചെയ്ത് നമുക്ക് ഈ നീഡിൽ മാറ്റിയിട്ടുള്ള സിറിഞ്ചിങ്ങനെ എടുത്തിട്ടേ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് വലിച്ച് എടുക്കാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ റീസൈക്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് ഡെസ്പാച്ച് ചെയ്യാനും സാധിക്കും. ഈ മെർക്കുറി ഇങ്ങനെ വലിച്ചെടുത്താലേ അത് നമുക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഒരുപാടൊക്കെ ആണെങ്കിലാണ് നമ്മൾ വലിയ വേറെ ഏതെങ്കിലും രീതിയിൽ അബ്സോർബന്റ് പാഡ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോ മെർക്കുറി എന്ന് പറയുന്നത് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. വൈൽ ഇറ്റ് ഗോയിങ്സ് ടു അവർ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ശ്വാസത്തിലേക്കൊക്കെ കടന്നു പോയി കഴിഞ്ഞാലേ അതിന്റെ ശ്വസന പ്രക്രിയയുടെ ഓർഗൻസിലേക്കൊക്കെ അത് കടന്നു പോകാനായിട്ട് അതിന്റെ വേപ്പറായിട്ട് ഇതിന് പോകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. സോ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം എന്നാണ് പറയാം. ഇനി ക്ലീൻ അപ്പ് ദ സ്പില്ല്. ഇനി അടുത്തത് എന്താണ്? അപ്പൊ ഇതിന് കോൺടാക്റ്റിൽ വരരുത്. അത്തരം സാധനങ്ങൾ എന്താ പറയാ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഏരിയയെ പെട്ടെന്ന് എവിക്റ്റ് ആകണം. എവിക്റ്റ് ആയതിനു ശേഷം അവിടെ നോക്കിയിട്ടാൽ വേഗം എമർജൻസിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അവർ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് വരെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നിൽക്കുക. അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്നു. ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് സിറിഞ്ചസ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ അപ്പ് ദ സ്പില്ലാണ് അടുത്തത്. ഇഫ് മെർക്കുറി ഇങ്ങനെ സ്പില്ലായി കഴിഞ്ഞാൽ അത് കിറ്റിലേക്കോ അല്ലെങ്കിൽ എന്താ പറയാ അക്കോർഡിംഗ് ടു ദ ഡയറക്ടീവ്സ് ഓഫ് ദ മാനുഫാക്ചേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഈ എന്താ പറയാ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം ഈ മെർക്കുറി സ്പില്ലായിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡയറക്റ്റീവ്സ് അതുമേ ഉണ്ടാവും. ആ എന്തോ വസ്തു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ വസ്തു എങ്ങനെ ഉപയോഗിക്കുന്നത് അതിന്റെ ഡയറക്റ്റീവ്സ് അതിനകത്ത് ഉണ്ടാകും. അത് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യുക. പിന്നെ വൈൽ ക്ലീനിങ്
it is very important to make a cautious that not to spread the mercury. നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ക്ലീൻ അപ്പ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇത്തിരി വേണ്ടിണ്ടാവുള്ളൂ, അത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ലോകം മുഴുവനും ആക്കി ഇതിലല്ല. അവിടെയും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇതിനെ ഡീൽ ചെയ്യാനായിട്ട്. ഇനി മാത്രമല്ല, സംടൈംസ് ദ ഹോസ്പിറ്റൽസ് ഫോളോ ഓൾ ദ മെർക്കുറി സ്പിൽ സർഫസസ് കണ്ടാമിനേറ്റഡ് വിത്ത് 10%. സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഒരു 10% സോഡിയം തോസൾഫേറ്റ് സൊല്യൂഷനിൽ ആണ് ഇവര് ഈ സ്പില്ലായിട്ടുള്ള മെർക്കുറിനെ ഡിസ്കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അതായത് വിഷാംശം നിറഞ്ഞത് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വിഷാംശമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവര് 10% സോഡിയം തയോസൾഫേറ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷനിലാണ് അവരത് ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ വി ഹാവ് ടു ലീവ് ദ വിൻഡോ ഓപ്പൺ ടു ക്രിയേറ്റ് ആഫ്റ്റർ ദ ക്ലീനിങ്. അതായത് നമുക്ക് എന്താ പറയാ, കുറച്ച് വായു ഒക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ഇങ്ങനെ അടഞ്ഞു മൂടി നിൽക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് വേപ്പറാക്കിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒത്തിരി എന്താ പറയാ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വാക്വം ക്ലീനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മെർക്കുറി റിമൂവ് ചെയ്യുന്നത് വരെ, ആഫ്റ്റർ റിമൂവിങ് ഓൾ ദ മെർക്കുറി സ്പിൽ ചെയ്ത മെർക്കുറി ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ നോർമൽ വാക്വം ക്ലീനിങ് ഉപയോഗിച്ച് വാക്വം ക്ലീൻ ചെയ്യാം. മാത്രമല്ല, അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രീവിയസ് എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യാം. അപ്പൊ വാക്വം ക്ലീനിങ് കൂടി നടത്തിയിട്ട് വേണം. മെർക്കുറി സ്പിൽ ചെയ്തത് ക്ലീൻ ചെയ്തത് മാത്രം പോരാ, നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വാക്വം ക്ലീനിങ് കൂടി നടത്തി വിൻഡോസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചുകൂടി എയർ പാസേജ് ഒക്കെ ആക്കിയതിന് ശേഷം നമുക്ക് സാധാരണഗതിയിലേക്ക് നമ്മുടെ ഓപ്പറേഷൻസ് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. Okay, ini after that dispose the waste. All the materials which came into contact of mercury should be discarded. നമ്മൾ ഈ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണോ സ്പില്ലേജ് മെർക്കുറീസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തത്, അത്തരം തിങ്സ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഡിസ്കാർഡ് ചെയ്യണം. അതും ലേബൽ ചെയ്തിരിക്കണം, വല്ല ബാഗിലോ കണ്ടെയ്നേഴ്സിലോ ഒക്കെ ആക്കിയിട്ട് അതിലും ലേബൽ കൊടുത്തിരിക്കണം. ബയോഹസാർഡ് എന്നുള്ള ലേബൽ കൊടുത്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. അത് adhere to local, state and federal regulations for the disposal of dangerous waste. ഡേഞ്ചറസ് വേസ്റ്റുകൾ എങ്ങനെ നമ്മൾ എന്താ പറയാ ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതിന് റെഗുലേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അത് ലോക്കൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയിക്കോട്ടെ ലെജിസ്ലേഷൻ, ഫെഡറൽ റെഗുലേഷൻസ് ആയിക്കോട്ടെ, എന്തായാലും അത്തരം കാര്യങ്ങൾ, നിബന്ധനകൾ പാലിച്ചിട്ടായിരിക്കണം ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസ്കാർഡ് ചെയ്യാൻ. മെർക്കുറിയൊക്കെയാണ് ഭയങ്കര ഹാർംഫുൾ ആണ്. അപ്പൊ അത് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്ന് കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഓൺലി ടു അക്കോർഡിംഗ് ടു ദാറ്റ് റെഗുലേഷൻസ് ഹാൻഡിൽ ചെയ്യുക. അതിനെ ആ ഒരു രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. Last one, report the spill. Spill should be reported to the concerned staff for this documentation and investigation. ഇനി അതിനുശേഷം എന്താ പറയാ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്ര എമൗണ്ട് ഓഫ് മെർക്കുറീസ് എന്താ പറയാ സ്പിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിന്റെ കൺസേൺഡ് സ്റ്റാഫിനെ അറിയിച്ചിരിക്കണം. കാരണം അത് ഡോക്യുമെന്റ് ചെയ്യാനും, അത് ഇത്ര ഇങ്ങനെ സ്പില്ലേജ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ കാണിക്കാനും, അല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്വേഷിക്കാനുണ്ടെങ്കിൽ അത്തരം അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇത് എന്ത് ചെയ്യണം, നമ്മൾ ആളെ അറിയിച്ചിരിക്കണം. അപ്പൊ കൺസേൺഡ് സ്റ്റാഫ് ആരാണോ ആ ആളെ അറിയിക്കുക. സ്പില്ലേജ് എന്ന് പറയുന്ന മെർക്കുറി സ്പില്ലേജ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യാം. അപ്പൊ ഒത്തിരി നഷ്ടങ്ങളും അല്ലെങ്കിൽ ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലേ പിന്നീട് ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോ പണിഷ്മെന്റുകളൊക്കെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനെതിരെയും വരാൻ സാധ്യതകളുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് അറിയാം ഏത് രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാലും ചിലതൊക്കെ നമുക്ക് വന്നു പോയേ തീരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് അതിനുള്ള പ്രിക്കോഷൻസും അതുപോലെ തന്നെ അതിന്റെ സ്റ്റെപ്സും നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്, നടപടികൾ സ്വീകരിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ തിങ്സ് ടു ബി നോട്ടഡ് വൈൽ മെർക്കുറി സ്പില്ലേജ്, മെർക്കുറി വേസ്റ്റ് അല്ലെങ്കിൽ മെർക്കുറി സ്പില്ലേജ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അവോയ്ഡ് ചെയ്യാൻ മാത്രമല്ല, പല കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാനും, പല രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യണം കൃത്യമായിട്ട്. വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്.
ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതങ്ങനെ ഓരോ പോയിന്റ്, ഓരോ സെന്റൻസെങ്കിലും ആ പോയിന്റിന്റെ ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ ആ സെന്റൻസ് കുറച്ച് എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. നോട്ടുകൾ എന്താണ് അത് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. ഒറ്റ സെന്റൻസ് എഴുതിയ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, അതുകൊണ്ടാണ്. പോയിന്റുകൾ ഓരോന്നും വേഗം വായിച്ചു നോക്കുക കേട്ടോ. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മാനേജ് മെർക്കുറി ലീക്കേജ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി അത്തരം മെർക്കുറി ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ആ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും മാറിപ്പോകണം. അതിനകത്ത് കിടന്ന് ചാടി അയ്യോ വീണല്ലോ, അത് മറിഞ്ഞു വീണല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് അതിലേക്ക് ഇതാകരുത്. കാരണം അതിൽ നിന്ന് ഒരു വേപ്പർ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഗ്യാസ് രൂപം, ഗ്യാസ് അല്ല അതൊരു വേപ്പർ ആയിട്ട് ഇങ്ങനെ പൊങ്ങും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പെട്ടെന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിലേക്കൊക്കെ പെട്ടെന്ന് അത് പോയി കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം പെട്ടെന്ന് ഒരു എമർജൻസിയിലേക്ക് കോൾ ചെയ്യുക. നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഓർണമെന്റ്സ് എന്തെങ്കിലും കയ്യിലൊക്കെ കൂടുതലും റിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം മാറ്റാം. മെറ്റൽസുമായിട്ട് ഇത് പെട്ടെന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ടേക്ക് ഓഫ് ചെയ്യാം. പിന്നെ എന്താ പറയാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഗോഗിൾസ്, ഗോഗിൾസ് മീൻസ് കണ്ണടകളാണ്. റെസ്പിറേറ്ററി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. പിന്നെ സ്പില്ല് ചെയ്ത എന്താ പറയാ മെർക്കുറി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കണ്ടെയ്ൻമെന്റിലേക്ക് അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റുക. പാഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്താ പറയാ പേപ്പർ ടവൽസ് ഉപയോഗിച്ചോ അതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് മാറ്റുക. ലേബൽ ചെയ്തിരിക്കണം. മാറ്റുന്ന എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മാറ്റിയത് അതൊക്കെ ലേബൽ ചെയ്ത് ബയോഹസാർഡ് ലേബൽ ചെയ്ത് എന്തെങ്കിലും കണ്ടെയ്നേഴ്സിലേക്ക് ആക്കുക. മെർക്കുറി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണോ നമ്മളത് ക്ലീൻ ചെയ്യുന്നത് അത് പറഞ്ഞിട്ട് അവിടെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എത്രയാണ് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് കൂടുതലും ചില ഹോസ്പിറ്റൽസുകാർ മിക്കവാറും ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം അതും ബയോഹസാർഡസ് എന്ന് പറയുന്ന അതിലേക്ക് ആക്കി മാറ്റുക. ഡിസ്പോസ് ചെയ്യേണ്ട ഐറ്റംസും അതും കണ്ടെയ്നേഴ്സിലാക്കി അതിലും ലേബൽ ചെയ്തിരിക്കണം. റിപ്പോർട്ട് ചെയ്യണം. ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞാലും എന്ത് ചെയ്തോളണം, ഇത് അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇത്തരം മെർക്കുറീസ് നമ്മൾ സ്പില്ലേജ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നാലേ അവർക്കത് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡോക്യുമെന്റിൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇത് സഹായിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി പറയേണ്ടി വരുമോ? അടുത്ത ഒരു ടോപ്പിക്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അടുത്തൊരു ടോപ്പിക് കൂടി എടുക്കാം നമുക്ക്. ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്. അപ്പൊ നമ്മൾ ഓരോ തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. രണ്ടാമത് പറഞ്ഞത് മെർക്കുറി സ്പില്ലേജ് ആണ്. മൂന്നാമത്തേതാണ് ഷാർപ്സ് സ്പില്ലേജ് ആണ്. ഷാർപ്പ് അതായത് മുറിച്ചേറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊട്ടിയതോ പറഞ്ഞതോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ അതും നമുക്ക് ഹാംഫുൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്, ഷാർപ്പ് എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും നീഡിൽസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് വീണു. ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടണം നിർബന്ധമൊന്നുമില്ല. നീഡിൽസ് ഒക്കെ ചെറുതാണല്ലോ. പിന്നെ സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് നൈഫ് തന്നെയാണ്. അത് ചില ഡോക്ടേഴ്സ് ഒക്കെ സർജറി സമയത്തൊക്കെ പോയിന്റ് ചെയ്തിരിക്കുന്ന കണ്ടുണ്ടാവും അല്ലെ. നമ്മുടെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഇച്ചിരി കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നൈഫ് പോലത്തെ തന്നെ ഒരു സാധനം തന്നെയാണ്. അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ്, മറ്റ് മൂർച്ചയേറിയ മെഡിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ദിസ് മേ കോസ് ഇഞ്ചുറി ആൻഡ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് ഓൾസോ ദോസ് ഹു കം ഇൻ കോൺടാക്ട് വിത്ത് ഇറ്റ്. അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ, അല്ലെങ്കിൽ വർക്കേഴ്സിന് എല്ലാവർക്കും ഇതൊക്കെ പലതരത്തിലുള്ള ഇഞ്ചുറീസ് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഷാർപ്പ് ഐറ്റംസ് ആയിട്ടുള്ള നീഡിൽസ്, അതുപോലെ സ്കാൽപ്പൽസ്, അതുപോലെ തന്നെ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം.
അപ്പോ എന്താണ് ഇത്തരം മെഡിക്കൽ ഇത്തരം ഷാർപ്സ് ഒക്കെ സ്പില്ലേജ് വേസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി മാനേജ് ഇറ്റ്, അതിന് എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തേത് അവർ നേരത്തെ പറയുന്ന എല്ലാത്തിലും എല്ലാ വേസ്റ്റ് മാനേജ്മെന്റിലും നമ്മുടെ എടുക്കേണ്ട സ്റ്റെപ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും ആദ്യം പറഞ്ഞേക്കുന്നത്. എന്ത്? യൂസ് PPE എക്യുപ്മെന്റ് ആണ് അല്ലെ. നമ്മളുടെ PPE എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരം സ്പില്ലിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ട് നമ്മളുടെ എന്താ പറയാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക. ഓരോ പേഴ്സണൽസും ഓരോ തൊഴിലാളികളും അത് ഉപയോഗിച്ചിട്ട് വേണം. അതിനകത്തും പറയുന്നുണ്ട് ഗ്ലൗസ്, പിന്നെ എന്താ പറയാ റെസിസ്റ്റന്റ്, അതായത് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ്, ഇതുപോലെ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ചില കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം വേസ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് വരാതെയോ ഇതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യുക, ഇതിലേക്ക് കോൺടാക്ട് ചെയ്യപ്പെടാം എന്നാണ്. ഇനി കണ്ടെയ്ൻ ദ സ്പിൽ, ഇതെല്ലാം അവിടുന്ന് മാറ്റിയതിനു ശേഷം നമ്മളത് പെട്ടെന്ന് കെയർഫുൾ ആയിട്ട് ഇത്തരം ഷാർപ്പ് ഒബ്ജക്ട്സ് ലേബൽ ചെയ്ത് ബയോ ഹസാർഡ് ലേബൽ ചെയ്ത് ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലേക്കോ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി മാറ്റാം. എല്ലാം അതുപോലെ തന്നെ. ഇനി ക്ലീൻ അപ്പ് ദ സ്പിൽ, ആ ഭാഗം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാം അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട്. സ്റ്റിക്ക് ദ മാനുഫാക്ചറേഴ്സ് ഡയറക്റ്റീവ്സ്, മാത്രമല്ല ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഉൽപാദകൻ മാനുഫാക്ചർ ചെയ്യുന്ന അത്തരം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഡയറക്ഷൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ വേണം ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ തന്നെ. ഇതൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ക്ലിയർ ചെയ്യുന്ന ചില ഒബ്ജക്ട്സ് ഒക്കെ അങ്ങനെ ഉണ്ടാവും. ഹാർംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ലീക്ക് ചെയ്താൽ പുറത്തേക്ക് എന്താ പറയാ ലീക്ക് ചെയ്ത് അതിൽ ഡയറക്റ്റീവ്സ് ഉണ്ടാകും, പ്രൊസീജിയേഴ്സ് എങ്ങനെ അതിനെ നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അത് ഉപയോഗിച്ച് തന്നെ അത് ചെയ്യണം എന്നാണ്. പിന്നെ ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്, ഇത്തരം വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യുക, വേണ്ടാന്ന് ഉപേക്ഷിക്കുക എന്നാണ്. ഓൾ ദ മെറ്റീരിയൽസ് വിച്ച് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദിസ് ഷാർപ്പ് സ്പില്ലേജ്, ഇത്തരം ഷാർപ്പ് സ്പില്ലേജുമായിട്ട് കോൺടാക്ട് വന്ന എല്ലാ വസ്തുക്കളും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ബയോ ഹസാർഡ് എന്നുള്ള ലേബിൾ കൊടുത്ത ബാഗ്സിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുക. ഗെറ്റ് റിഡ് ഓഫ് മീൻസ് ടു ഗിവ് അപ്പ്, അത് വേണ്ടാന്ന് വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് റിപ്പോർട്ട് ചെയ്യുക. സ്പിൽസിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് വേഗം തന്നെ കൊടുക്കുക റെലവന്റ് സ്റ്റാഫിന്. നേരത്തെ മെർക്കുറി സ്പിൽ ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞു റെലവന്റ് സ്റ്റാഫിന്റെ കയ്യിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ഗ്ലാസ് ഓർ ഷാർപ്പ് മെറ്റീരിയൽസ് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ റെലവന്റ് സ്റ്റാഫ് പേഴ്സണൽ. അതും ഇതുപോലെ തന്നെ ഡോക്യുമെന്റേഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് തന്നെയാണ് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. അതും റിപ്പോർട്ട് ചെയ്യണം നിർബന്ധമാണ്. അപ്പൊ 3 ടൈപ്പ് ഓഫ് സ്പില്ലേജുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും, രണ്ടാമത്തേത് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, മൂന്നാമത്തേത് നമ്മളുടെ ഷാർപ്പ് മാനേജ് വേസ്റ്റേജ് അല്ലെങ്കിൽ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് മൂന്നാമത് പറഞ്ഞത്. എല്ലാത്തിലും PPE ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PPE എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കാർഡ് ചെയ്യുന്നത് ബയോ ഹസാർഡ് ലേബലിൽ എഴുതേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ബാഗ്സില് കണ്ടെയ്നേഴ്സിൽ ഇത്തരം മെറ്റീരിയൽസ് സൂക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാത്തിലും വരുന്നതാണ്, എല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഓരോ മെറ്റീരിയൽസും എങ്ങനെ അത് എന്താ പറയാ സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കി തുടച്ചു മാറ്റണം എന്നുള്ളതും ഓരോ രീതിയിലാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണമൊക്കെ നമ്മളുടെ പേപ്പർ ടവൽ ഉപയോഗിച്ചോ അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതുപോലെ ഇത് പറ്റില്ല. അത് അതിൻ്റെതായ രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇത്തരം ഷാർപ്പ് സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എടുത്ത് മാറ്റേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൂടെ വേഗം വായിച്ചു നോക്കിയേ. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് പെട്ടെന്ന് വായിക്കാം.
വായിച്ചോ? വായിച്ചു. ഇതിനകത്ത് സ്കാൽപ്പൽസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. SCALPELS സ്കാൽപ്പൽസ് ഇതെന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സ്മോൾ സ്കാൽപ്പൽസ് എന്ന് ഇത് ഒരു ഹൈഫൻ ഇടുക കേട്ടോ. സ്മോൾ ഷാർപ്പ് നൈഫ്, മൂർച്ചയുള്ള ഒരു കത്തി രൂപത്തിലുള്ളത്. ചെറുതായിരിക്കും പക്ഷെ വലുതല്ല കേട്ടോ, വലിയ വെട്ടുകത്തി പോലത്തെ ഒന്നുമല്ല. സ്മോൾ ഷാർപ്പ് നൈഫ്, sometimes ഡിറ്റാച്ചബിൾ ബ്ലേഡ് പോലെയൊക്കെ തോന്നും. ഒരു വശമൊക്കെ ഉണ്ടാവുള്ളൂ ഇതിന്, ഒരു വശത്താണ് ഷാർപ്നെസ്. ഡിറ്റാച്ചബിൾ ബ്ലേഡ് യൂസ്ഡ് ബൈ സർജൻ. ഡിറ്റാച്ചബിൾ ബ്ലേഡ് യൂസ്ഡ് ബൈ സർജൻ. SURGEON സർജൻ. ഓക്കെ, അപ്പൊ അടുത്തത് കൂടി നമുക്ക് നോക്കാം. ലാസ്റ്റത്തെ അല്ല, 4ാമത്തെ കെമിക്കൽ സ്പില്ലേജ് എങ്ങനെയാണ്. അടുത്ത സ്പില്ലേജ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് എത്ര സ്പില്ലേജ്, ഏത് രീതിയിലുള്ള സ്പില്ലേജസ് ഉണ്ട് എന്നുള്ളത്. അതെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോന്നോരോന്ന് പറയുന്നത്. 4ാമത്തേതാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽസ് ആണ് സ്പില്ലേജ് വരുന്നത് അല്ലെങ്കിൽ ലീക്കേജ് വരുന്നതെങ്കിൽ ഹൗ ടു മാനേജ് ഇറ്റ്. എങ്ങനെയാണ്? ആദ്യം തന്നെ ഇവാലുവേറ്റ് ദ സ്റ്റേജ് സൂൺ വെദർ ഇറ്റ് ഈസ് മൈനർ ഓർ മേജർ സ്പില്ല്. അത് കെമിക്കൽസ് സ്പില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലീക്ക് ചെയ്യുമ്പോൾ അത് ചെറുതാണോ, അതിന്റെ ആ ഒരു ഇത് ഒന്ന് മെഷർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ചെറിയ രീതിയിലുള്ളതാണോ, മേജർ ആയിട്ടുള്ള വലിയ തോതിലാണോ എന്നുള്ള കാര്യം ആദ്യം തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം എവിക്ട് ദ ഏരിയ ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, അതായത് വളരെ വലിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് എവിക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ കോൾ ഫോർ ദ എമർജൻസി സർവീസസ്. പെട്ടെന്ന് തന്നെ എമർജൻസി. ഇപ്പൊ മെറിക്കുറിയും അതുപോലെ തന്നെ കെമിക്കലും അത് രണ്ട് ഏകദേശം ഒരുപോലെയാണ്. കാരണം അത് രണ്ടും വളരെ ഡേഞ്ചറസ് ആണ് ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും. അതുകൊണ്ടാണ് ഭയങ്കര ഡേഞ്ചറസ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് എവിക്ട് ആവാൻ പറഞ്ഞത്. എന്ത് തരത്തിലുള്ള കെമിക്കലാണ് നമുക്കറിയാം. കെമിക്കൽസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് എഫക്ട് ചെയ്യും അല്ലെ, നെഗറ്റീവായിട്ട്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആ സ്ഥലം മാറുക, അതുപോലെ തന്നെ എമർജൻസി സർവീസിൽ കോൾ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ അതിനകത്ത് പറഞ്ഞതുപോലെ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE ധരിക്കുക. സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ലൈക്ക് ഗ്ലൗസ്, ഗോഗിൾസ്, നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. കെമിക്കൽസും മെർക്കുറി പോലെ തന്നെയാണ് റെസ്പിറേറ്റേഴ്സ് ഒക്കെ. ബിഫോർ ഗോയിങ് ഇൻ കോൺടാക്ട് വിത്ത് ദിസ് കെമിക്കൽസ്, ഇത്തരം കെമിക്കൽസ് സ്പ്രെഡ് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം സാധനങ്ങളൊക്കെ വേഗം ധരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ കണ്ടെയ്ൻ ദ സ്പിൽ, അതിനുശേഷം ഇത് വേഗം തന്നെ നമുക്ക് കണ്ടെയ്ൻമെന്റിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് അബ്സോർബന്റ് പാഡ്സ്, അതുപോലെ തന്നെ സ്പില്ല് പ്രിവെന്റ് ചെയ്യാൻ, അത് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതൊക്കെ തന്നെ മാറ്റുക. മാത്രമല്ല ദിസ് മെറ്റീരിയൽ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ബാഗ്സ്, വേസ്റ്റ് ബാഗ്സോ കണ്ടെയ്നറിലോ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുക. ബിഫോർ ഡിസ്കാർഡിങ് ഇറ്റ് യു ഹാവ് ടു പുട്ട് ദ ലേബൽ ബയോഹസാർഡ്. അതിന്റെയും ബയോഹസാർഡ് എന്ന് പറയുന്ന ലേബല്, ഡേഞ്ചറസ് എന്ന് പറയുന്ന ലേബല് കൊടുത്തിരിക്കണം. ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് എന്ന് കൊടുത്താലും മതി, ബയോഹസാർഡ് എന്ന് എഴുതുകയോ എന്തെങ്കിലും ലേബൽ എന്തായാലും ചെയ്തില്ല. ഇനി ക്ലീൻ അപ്പ് ദ സ്പില്ല് ചെയ്ത സംഭവം, ലീക്ക് ചെയ്തത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. അതും അത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അതിന്റെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ അതിനകത്ത് ഇട്ടുണ്ടാവുമല്ലോ. ഇത്തരം സാധനങ്ങളൊക്കെ സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ, ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ക്ലീൻ ചെയ്യേണ്ടത്, മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻസ് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് മാത്രം അതിനെ ക്ലീൻ ചെയ്യുക. അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് കെമിക്കൽസ് നേരത്തെ പറഞ്ഞതുപോലെ മെർക്കുറി പോലെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക, സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. ഇതിനെയും കെമിക്കൽസും സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്. അത്രയും സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ അപ്പ് ചെയ്യരുത്. ക്ലീനിങ് അപ്പിന് അധികം സമയം എടുക്കാൻ പാടില്ല, പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യുക. സോ അതർവൈസ് ദ കെമിക്കൽസ് വിൽ സ്പ്രെഡ് വെരി ഫാസ്റ്റ്ലി, അല്ലെ, പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്യാൻ, കെമിക്കൽസ് ഒക്കെ ആവുമ്പോൾ സ്പ്രെഡ് ചെയ്യാൻ കൂടുതൽ പെട്ടെന്ന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ
അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യുക എന്നാണ്. പിന്നെ ഡിസ്പോസ് ചെയ്യുക വേസ്റ്റുകളൊക്കെ, മെറ്റീരിയൽസ് വിച്ച് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദീസ് മെറ്റീരിയൽസ്, കെമിക്കൽസിനോട് അടുത്ത കോൺടാക്റ്റിൽ വന്ന എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ ത്രോ ചെയ്യുക. ത്രോ ഓൺ ആൻഡ് ആസ് ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ടു ലേബൽ ബാഗ്സിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ ഒക്കെ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുന്ന ലേബൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ ത്രോ ചെയ്യുക. മാത്രമല്ല നമ്മൾ അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അത് ഡേഞ്ചറസ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന റൂൾസ്, പ്രിൻസിപ്പിൾസ്, റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് വേണം അഡ്ഹെയർ ടു. അതിന് സംബന്ധിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ആ നിയമാനുസൃതമായ തന്നെ രീതിയിൽ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല ദ റിപ്പോർട്ട് ഓഫ് ദിസ് കെമിക്കൽ സ്പില്ലേജ് ഓൾസോ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ആൻഡ് ഡോക്യുമെന്റേഷൻ. അല്ലെ, ഇത് നേരത്തെ പറഞ്ഞ മെർക്കുറി സ്പില്ലേജിന് ചെയ്തതുപോലെ തന്നെ ആ സ്പില്ലേജുകൾ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ആളെ അറിയിക്കുക. അത് ഡോക്യുമെന്റേഷൻ പർപ്പസിനും ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് ഇതാണ്. ഇതെല്ലാം പോലെ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് മെർക്കുറിയും കെമിക്കലും എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ക്ലീൻ ചെയ്യുന്നതും കണ്ടെയ്നേഴ്സിലേക്ക് ആക്കുന്നതും ബയോഹസാർഡ്, ഡേഞ്ചറസ് വേസ്റ്റ് എന്നൊക്കെ ലേബിൾ കൊടുക്കുന്നതൊക്കെ ഒക്കെ ഇതിന് ഒരുപോലെ ഉണ്ട്. പോയിന്റ് ഇങ്ങനെ എന്താ പറയാ ഓരോന്നും ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. എന്തൊക്കെ ചെയ്യുക, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളത്. ചിലപ്പോൾ ചില സ്റ്റെപ്സുകളൊക്കെ തരും, എന്നിട്ട് ഇതിനകത്ത് വരാത്തത് ഏതാണ്, കെമിക്കൽ വേസ്റ്റേജ് സ്പില്ലേജ് മാനേജ്മെന്റിൽ വരാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയാ പഠിച്ചത്? 4 സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചു. ഏതൊക്കെയാണ് 4 സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ഏതൊക്കെയാ പഠിച്ചത്? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ്. രണ്ടാമത്തെ മെർക്കുറി സ്പില്ലേജ്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. 3 ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ്. ആൻഡ് 4th one കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി 2 കൂടി ഉണ്ട് നമുക്ക്. അതായത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് 2 കൂടിയാണ് പറഞ്ഞത്. പിന്നെ മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ ടൈപ്സ് പഠിച്ചപ്പോ അതിൽ മറ്റെന്നുള്ളതിന് ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന സ്പില്ലേജുകൾ അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ 6 എണ്ണം ഉണ്ട് മൊത്തം സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുകൾ നമുക്ക് പഠിക്കാൻ. 6 എണ്ണമാണ് ഉള്ളത്. 6 ടൈപ്സ് ആണ്. അതിൽ 4 ടൈപ്സ് ആണ് നമ്മൾക്ക് ഇത്രയും നേരം കൊണ്ടൊക്കെ പറഞ്ഞു തീർത്തത്. നിങ്ങൾ നോക്കി കുറെ നേരം വായിക്കാട്ടോ. കുറച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ളത്. 1 വേർഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കെമിക്കൽസും അതുപോലെ തന്നെ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ ഹോസ്പിറ്റൽസിൽ വന്നാൽ ഹൗ ക്യാൻ ബി മാനേജ്, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി അറിയണ്ടേ. വേസ്റ്റുകൾ അവോയ്ഡ് ചെയ്യണം. നമുക്ക് അത് ഒരുപാട് എന്താ പറയാ അത് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ എങ്കിലും പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ വരാം. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കൂടി നമ്മൾ അറിയട്ടെ. അതാണ് കാര്യം. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതുകൂടി വേഗം വായിച്ചേ. കെമിക്കൽ വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റ് വേഗം ഒന്ന് വായിച്ചേ. എല്ലാം റിപ്പീറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയോ എന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞു മിസ്സേ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ടോപ്പിക് ഇല്ല. വോട്ട് എടുക്കാതെ അത് കുറെ വായിക്കേണ്ടതാണ്, വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത്രയും വരെ നിർത്തിയത്. നമുക്ക് ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുത്താ പോരെ? മതി മിസ്സേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.